ഹായ്, ഈ ഒരു വീഡിയോ പ്രത്യേകിച്ച് നമ്മുടെ ഡിഗ്രി +1 +2 അതുപോലെ തന്നെ 10th 9th ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. പ്രത്യേകിച്ച് ഈ ഒരു തമ്പനയിൽ കണ്ടിട്ടായിരിക്കും പല വിദ്യാർത്ഥികൾ ഈ ഒരു വീഡിയോ കാണാൻ വന്നിട്ടുള്ളത്. കേവലം ഒരു ദിവസം കൊണ്ട് നമുക്കൊരു സബ്ജക്റ്റ് എങ്ങനെ പഠിച്ച് തീർക്കാം എന്നുള്ള രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളാണ്, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ സമയങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിച്ചു തീർക്കുകയും അതെങ്ങനെ ഓർമ്മയിൽ നിൽക്കുകയും അത് എക്സാമിന് എത്രത്തോളം നമുക്ക് എഴുതാൻ കഴിയും, അല്ലെങ്കിൽ എക്സാമിന് നമുക്ക് എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും എന്നുള്ള രീതിയിലുള്ള ഒരു വീഡിയോ ആണ്. ആദ്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാലേ നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ. ആദ്യം തന്നെ ചിലപ്പോൾ കാണുമ്പോൾ ഇതെന്താ ഈ പറയാൻ പോകുന്നത്, നമ്മളൊരു മുൻകൂട്ടി ഒരു മുൻധാരണയിൽ നിങ്ങളിത് കണ്ടുപോകരുത്. ദയവ് ചെയ്ത് ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതൊരു ഫലം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എക്സാം എഴുതാൻ പോകുമ്പോൾ നിങ്ങൾക്കറിയുന്ന എല്ലാ കാര്യങ്ങളും എഴുതാനുള്ളൊരു വേദിയല്ല നിങ്ങളുടെ എക്സാം ആൻസർ ഷീറ്റ് എന്നുള്ളത്. അതിൽ നിങ്ങൾ എന്തൊക്കെ പഠിച്ചു എല്ലാ കാര്യങ്ങളും കൊണ്ടുപോയിട്ട് അതിൽ എഴുതുകയല്ല വേണ്ടത്. ക്വസ്റ്റ്യൻ ചോദിച്ചതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ എക്സാമിന് എഴുതേണ്ടത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു മാർക്ക് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് 2 സെൻറ്റൻസിനൊക്കെ എക്സാം ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയുന്ന കാര്യങ്ങളൊക്കെ എഴുതാൻ പറ്റുമോ? ഇല്ല, അതിനനുസരിച്ച് എഴുതണം. ഒരു എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് 1-2 കാര്യങ്ങൾ എഴുതിയാൽ പോരാ, അത് അത്യാവശ്യം നീട്ടി വലിച്ചൊക്കെ എഴുതേണ്ട കേസുകൾ വരും. കോമൺ ആയിട്ട് എല്ലാവർക്കും ഉള്ളതാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കണം നമ്മളുടെ പഠനം പ്ലാൻ ചെയ്യേണ്ടത്. നമ്മളൊരു കാര്യം പഠിക്കുമ്പം അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു പോവാതെ കുറഞ്ഞ ടൈമാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പഠന കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യണം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞു, ഒരു ദിവസം കൊണ്ട് ഒരു സബ്ജക്റ്റ്, അല്ല എന്നുണ്ടെങ്കിൽ ഒരു 2 ദിവസം കൊണ്ട് ഒരു സബ്ജക്റ്റ് പക്കയായിട്ട് തീരുന്ന രീതിയിലുള്ള ഒരു പ്ലാൻ കൂടെയാണ് ഈ ഇതിലൊന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു ദിവസം എന്ന് പറയുമ്പോൾ മിനിമം നമ്മൾ ഒരു 6 മണിക്കൂറെങ്കിലും പഠിക്കാൻ തയ്യാറായിരിക്കണം എന്നുള്ളതാണ്. ഈ 6 മണിക്കൂർ തന്നെ നമ്മൾ തുടർച്ചയായി പഠിക്കുകയല്ല വേണ്ടത്. പല ഘട്ടങ്ങളായിട്ട് 2 മണിക്കൂർ വീതമുള്ള പല ടൈം, നമുക്ക് അനുയോജ്യമായിട്ടുള്ള ടൈമുകൾ, ഏറ്റവും സ്യൂട്ടായിട്ടുള്ള ടൈമുകൾ, അതിൽ തന്നെ പ്രത്യേകിച്ച് നമ്മളൊരു മോർണിംഗ് സെക്ഷൻ ഒരു 5 മുതൽ 7 വരെ അല്ലെങ്കിൽ 4 മുതൽ 6 വരെ ഉൾപ്പെടുത്താൻ മാക്സിമം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് നമുക്ക് പഠിക്കുന്ന രീതികൾ തന്നെ തുടർച്ചയായി ആ 2 മണിക്കൂറിൽ തന്നെ നമ്മൾ അരമണിക്കൂർ പഠിക്കുമ്പോൾ ഒരു 5 മിനിറ്റ് റെസ്റ്റ് കൊടുക്കുക. 1 മണിക്കൂർ പഠിക്കുമ്പോൾ 10 മിനിറ്റ്, 2 മണിക്കൂർ പഠിക്കുമ്പോൾ നമ്മളൊരു 10-15 മിനിറ്റ് റെസ്റ്റ് എടുക്കുന്ന രീതിയിൽ നമ്മൾ പഠനം പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ഒരു കാര്യം. എന്നിട്ട് നമ്മൾ പഠിക്കേണ്ട രീതി ഞാൻ പറഞ്ഞു. നമ്മൾ എക്സാം എങ്ങനെ എഴുതാൻ പോകുന്നു ആ ഒരു രീതിയിലാണല്ലോ ഇപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ എത്രത്തോളം പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ടുള്ളൊരു ഐഡിയ വേണം. ആദ്യം നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഏതൊക്കെ ഭാഗത്തു നിന്നാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഏതൊക്കെ ഭാഗം ഒഴിവാക്കേണ്ട ഭാഗങ്ങളുണ്ട്, തീരെ ചോദിക്കാൻ സാധ്യതയില്ലാത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയാണ് വേണ്ടത്. ഇനി നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഓരോ സെക്ഷനാക്കി തീർത്തു. ഇനി നമ്മൾ ഒരു ചാപ്റ്റർ ഈ ആദ്യത്തെ 1 മണിക്കൂർ ഏകദേശം ഒരു 5 മൊഡ്യൂളുകളായിട്ട് നമ്മളുടെ മൊത്തം ഭാഗത്തെ നമ്മൾ തീർക്കണം. 6 മണിക്കൂർ പഠനത്തിൽ 5 മൊഡ്യൂളുകളായിട്ട് എത്ര ചാപ്റ്റർ ഉണ്ടെങ്കിലും അതിന് നമ്മളൊരു 5 ഭാഗങ്ങളാക്കി തീർക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. എന്നിട്ട് പ്രധാനപ്പെട്ട രീതിയിൽ നമ്മൾ പഠിക്കുക. ആദ്യം അതെന്താ എന്നൊന്ന് ജസ്റ്റ് വായിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്തുക. ആ ഉൾപ്പെടുത്തിയതിൻ്റെ ശേഷം അതിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുകയാണ് വേണ്ടത്. ഈ 1 മണിക്കൂറിൽ മനസ്സിലാക്കിയെടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് അടുത്ത ഭാഗങ്ങൾ അടുത്ത സെക്ഷൻ ആകുമ്പോൾ അടുത്ത മണിക്കൂറിൽ ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്തെടുക്കുക. ഇതിലൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പഠിക്കുന്ന കാര്യത്തിൽ നമുക്ക് പ്രധാനപ്പെട്ട പോയിൻ്റ് ആക്കേണ്ട ഭാഗങ്ങളുണ്ടാവും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കാര്യം പഠിക്കുമ്പോൾ നമ്മൾ 1 മാർക്കിന് 2 മാർക്കിന് അല്ലെങ്കിൽ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആ രീതിയിൽ പഠിക്കുമ്പോൾ പോയിൻ്റായിട്ട് എഴുതേണ്ട ഭാഗങ്ങളുണ്ട്. ആ പോയിൻ്റ് കാണുമ്പോൾ തന്നെ നമുക്കതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് അറിയുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചു വെക്കുക. അതിനുള്ളിലുള്ള എക്സ്പ്ലനേഷനും കാര്യങ്ങളൊന്നും മുഴുവനായിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും അപ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഇത് വളരെ കുറഞ്ഞ സമയങ്ങൾ നമുക്ക് പഠിക്കാൻ അവൈലബിൾ ആയിട്ടുള്ള ടൈം കിട്ടുമ്പോഴാണ് ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. ഇനി കൂടുതൽ ടൈമുണ്ട്, 2-3 മാസങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വീണ്ടും ഡീപ്പായിട്ടൊക്കെ പഠിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ നോട്ട് ചെയ്ത് വെച്ച പോയിന്റുകൾ നമ്മൾ നോട്ടിൽ എഴുതി വെച്ച് കഴിഞ്ഞാലുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒന്ന് വായിച്ചു പോകുന്നതിനേക്കാൾ ഇരട്ടി ഫലം നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ബെനിഫിറ്റാണ്. അപ്പോൾ എഴുതി പഠിക്കുക എന്നുള്ള രീതിയിലുള്ള ആ പോയിന്റുകൾ മാത്രമായിട്ട് എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ ആ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ജസ്റ്റ് നിർത്താൻ പോകുന്നതിന് മുമ്പ്, ആ ഒരു ചാപ്റ്റർ നിർത്താൻ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് നിങ്ങൾ ആ എഴുതിയ പോയിന്റുകളൊക്കെ ഒന്ന് പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്യുക, വായിച്ചു നോക്കുക, പെട്ടെന്നൊന്ന് വായിക്കുക. ആ ഒരു രീതിയിൽ ഒരു 5-10 മിനിറ്റിനുള്ളിൽ നിങ്ങൾ മാക്സിമം അത് വായിച്ചിട്ട് വേണം നിങ്ങൾ റെസ്റ്റ് എടുക്കാൻ.
ഇതുപോലെ തന്നെ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് കടക്കുമ്പോൾ ഇതേ ഒരു പ്രോസസ്സ് നമ്മൾ തുടരണം. ആദ്യം നമ്മൾ എല്ലാ പോയിന്റുകളും കറക്റ്റായിട്ട് ആദ്യം എന്താണ് അതിൻ്റെ മീനിങ് കാര്യങ്ങൾ വായിക്കുക, എന്നിട്ട് ആ പോയിൻറ്റ്സുകൾ കറക്റ്റായിട്ട് എഴുതുക, എന്നിട്ട് ആ നോട്ട്സിൽ എഴുതുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഐഡിയ കിട്ടുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ പഠിക്കേണ്ടത്. അങ്ങനെ നമ്മൾ തുടർച്ചയായിട്ട് തുടർച്ചയായി എന്ന് പറഞ്ഞാൽ ഇടവിട്ട് ആ ഒരു ടൈം 5 മണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഭാഗങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, റിവേഴ്സ് ചെയ്യുന്നൊരു മെത്തേഡാണ് ഉപയോഗിക്കേണ്ടത്. എത്രത്തോളം നിങ്ങൾക്ക് ആ 1 മണിക്കൂർ റിവേഴ്സ് ചെയ്യാം അത്രത്തോളം നിങ്ങൾ അത് റിവേഴ്സ് ചെയ്യുക. ചിലപ്പോൾ ഒരു പ്രാവശ്യം റിവേഴ്സ് ചെയ്യുമ്പോഴേക്കും നമുക്ക് മടുത്ത് കഴിഞ്ഞാലും വീണ്ടും വീണ്ടും റിവേഴ്സ് ചെയ്തിട്ട് മാക്സിമം അതിനെക്കുറിച്ച് ഓവറോൾ ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു കാര്യം. തിയറി പേപ്പേഴ്സിനാണ് ഈ ഒരു മെത്തേഡ് കൂടുതലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത്. ഇതേപോലെ നമുക്ക് 2 ദിവസം ഒരു സബ്ജക്റ്റിന് ഉപയോഗിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ, ഉദാഹരണം പറയാം 10 ദിവസമാണ് നമ്മൾ സ്ട്രാറ്റജി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ ഇതേ ഭാഗങ്ങൾ കുറച്ചുകൂടി ഈ പഠിക്കുന്ന കൂട്ടത്തിൽ കുറച്ചുകൂടി ഒരു എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ ഈ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പ്രയാസമേറിയിട്ടുള്ള ഭാഗങ്ങളുണ്ടാവും, വളരെ എളുപ്പമുള്ള ഭാഗങ്ങളുണ്ടാവും. അത് നിങ്ങൾക്ക് തുടർച്ചയായിട്ട് നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടുന്ന ഭാഗങ്ങളുണ്ടാവും. വളരെ പ്രയാസമേറിയിട്ടുള്ള പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പല പല കോഡുകളൊക്കെ ആക്കിയിട്ട് പഠിക്കാം. ആ കോഡുകളാക്കിയിട്ട് പഠിക്കുന്ന ട്രിക്കും കാര്യങ്ങളൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. ഇതിങ്ങനെ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വീഡിയോ നീണ്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കോഡുകളായിട്ടുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ആ 2 ദിവസം നിങ്ങളൊരു സബ്ജക്റ്റ്, പിന്നെ നിങ്ങൾ അടുത്ത ദിവസം മറ്റൊരു സബ്ജക്റ്റ് പ്രാക്ടീസ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യ 2 ദിവസങ്ങൾ നിങ്ങൾ വായിച്ച ഭാഗങ്ങളൊന്ന് റിവൈസ് ചെയ്യണം. ഒരു 10-15 മിനിറ്റ് റിവൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഓടിച്ച് വായിക്കുക മാത്രം ചെയ്യുക, പഠിക്കാതെ വായിക്കുക ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞ് രണ്ടാമത്തെ സബ്ജക്റ്റിന് നിങ്ങൾ 2 ദിവസമോ 1 ദിവസമോ അതിനനുസരിച്ചുള്ള ടൈം ഉപയോഗപ്പെടുത്തുക. അതുപോലെ പിന്നെ അടുത്ത സബ്ജക്റ്റിലേക്ക് പോകുമ്പോൾ ഇതൊരു മെത്തേഡ്, അതായത് ആദ്യ 2 സബ്ജക്റ്റുകൾ നിങ്ങൾ ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് വായിച്ച് തീർക്കുക. റിവിഷനാണ് വളരെ പ്രധാനപ്പെട്ട ഒരു എലമെൻറ്റ് നമ്മളുടെ എക്സാമിൻ്റെ കേസിൽ. അല്ലാതെ നമ്മൾ ഒരു വട്ടം വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ അത് ഓർമ്മയിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓർമ്മയിൽ നിൽക്കുമെന്നുള്ള ഒരു മെത്തേഡാണ് നമ്മളെപ്പോഴും ഫോളോ ചെയ്യുന്നത്. അങ്ങനെ 5 ദിവസമോ അല്ലെങ്കിൽ 10 ദിവസമോ ഈ ഒരു 5 സബ്ജക്റ്റുകൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ പഠിച്ചു തീർക്കാവുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞു, വളരെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടി കോഡിംഗ് മെത്തേഡായിട്ടോ സ്റ്റോറി മെത്തേഡായിട്ടോ അല്ലെങ്കിൽ ചിത്രങ്ങൾ വരക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ സങ്കല്പിച്ചിട്ടോ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം പോയിൻറ്റ്സുകൾ സൂക്ഷിക്കാൻ കഴിയും. അതിലെല്ലാ പോയിൻറ്റുകളും ഞാൻ പറഞ്ഞു വളരെ നീട്ടി വലിച്ച് നിങ്ങൾ ഒരിക്കലും പഠിക്കേണ്ട ഒരാവശ്യമില്ല. എല്ലാ പോയിൻറ്റ്സുകളും നിങ്ങളുടെ മൈൻഡിലുണ്ടോ, അതിൽ ചില പോയിൻറ്റ്സെങ്കിലും നിങ്ങൾക്ക് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നുണ്ടോ? കുറച്ച് പോയിൻറ്റ്സുകൾ നമുക്ക് അധികം അറിഞ്ഞിട്ടില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പഠനം കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. കൂടാതെ നമ്മൾ പഠിക്കാനിരിക്കുന്ന സാഹചര്യങ്ങൾ ഈ 1 മണിക്കൂർ ഈ 6 മണിക്കൂർ എന്ന് പറഞ്ഞത് വളരെ പഠിക്കാൻ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അല്ലാതെ ഇടയിൽ എങ്ങോട്ടെങ്കിലും പോവുക, അല്ലെങ്കിൽ ഇടയിൽ മൊബൈൽ ഉപയോഗിക്കുക, ഇടയിൽ എന്തെങ്കിലും പാട്ടുകൾ കേൾക്കുക, ഇതൊന്നും വേണ്ട. അതിനൊക്കെ ഞാൻ പറഞ്ഞു 5-10 മിനിറ്റ് റെസ്റ്റ് എടുക്കുന്ന ടൈമിൽ മാക്സിമം നിങ്ങൾക്ക് പല ആക്ടിവിറ്റീസ് ഒന്ന് എണീറ്റ് നടക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. തൽക്കാലം ഈ ഒരു 5-6 മണിക്കൂർ നിങ്ങൾ യാതൊരുവിധ അത്തരം ആക്ടിവിറ്റീസുകളിലും ഇടപഴകരുത് എന്നാണ് പറയാനുള്ളത്. ഇങ്ങനെ ഈ സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങളുടെ പഠനം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു കോഡിങ്ങും മറ്റുള്ള മെത്തേഡൊക്കെ വളരെ എളുപ്പത്തിൽ പഠിച്ചു തീർക്കാവുന്ന മെത്തേഡും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കമൻസിനനുസരിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു പഠിച്ച കാര്യങ്ങൾ പിന്നീട് റിവൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വെറുതെ വായിച്ചു വിടുക. അടുത്ത വിഷയങ്ങൾ പഠിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു 10-15 മിനിറ്റ് നമ്മൾ തലേന്ന് പഠിച്ചതും അതിന് മുമ്പ് പഠിച്ചതുമായിട്ടുള്ള ആ സബ്ജക്റ്റുകൾ വെറുതെ ഒന്ന് സ്പീഡപ്പായിട്ട് ആ പോയിന്റുകൾ ഇങ്ങനെ വായിച്ചു വിടുക. അങ്ങനെ ഒരു 5-6 ദിവസം അല്ലെങ്കിൽ 10 ദിവസം വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഓൾറെഡി അത് നമ്മളുടെ മൈൻഡിലുണ്ടാവും. പിന്നെ എക്സാമിൻ്റെ ആ തലേ ദിവസം നിങ്ങൾ പക്കയായിട്ട് അത് പഠിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് നല്ല മാർക്ക്, നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. മറ്റു വിശേഷങ്ങളുമായി നമുക്ക് കൊണ്ട് കാണാം.